പിത്താശയത്തിൽ കല്ല് വരാനുള്ള സാധ്യതയും ചികിത്സയുമാണ് ഇന്ന് ഡോക്ടർ പറയുന്നത്. ഇന്നത്തെ ഫാമിലി ഡോക്ടർ വരുന്നത് കൊച്ചി VPS ലേക്ഷോർ ഹോസ്പിറ്റലിലെ സർജിക്കൽ ഗാസ്ട്രോ എൻട്രോളജിയിൽ നിന്നാണ്. ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം ഡയറക്ടറും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ H. രമേശാണ് ഇന്നത്തെ നമ്മുടെ ഫാമിലി ഡോക്ടർ. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. പിത്താശയത്തിൻ്റെ കല്ല് വളരെ വ്യാപകമാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് പ്രസവരക്ഷയൊക്കെ കൊടുക്കുന്നു. ഒരുപാട് ഹൈ ഫാറ്റ് ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് പിത്താശയത്തിൽ കല്ലുകൾ വരാം. വെജിറ്റേറിയൻ ആളുകൾക്കും വരാം, എല്ലാവർക്കും വരാം. പിത്താശയത്തിൽ കല്ല് വന്നാൽ സിംറ്റംസ് ഇല്ലാത്ത കല്ലുകൾക്ക് ചികിത്സയൊന്നും വേണ്ട. സിംറ്റംസ് ഉള്ള കല്ലുകൾക്ക് വേദനയോ അസഹ്യമായ വേദന, എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു 15 വർഷം മുമ്പ്. എനിക്ക് അതിൻ്റെ ഗോൾ ബ്ലാഡർ കളയേണ്ടി വന്നു. അപ്പോൾ അത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ കൊണ്ട് കളയുന്നതാണ്. ഒരു ദിവസം ആശുപത്രിയിൽ നിൽക്കുക, ചിലർ അന്ന് തന്നെ പോയി വീട്ടിൽ പോകാം. ഒരാഴ്ചക്കുള്ളിൽ അവർ ഫുൾ ജോലി കൂലിപ്പണിക്ക് വരെ പോകാം. അങ്ങനത്തെ നിസ്സാര സർജറി കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ അത് നമ്മൾ ചിലപ്പോൾ പിത്തനാളിക്കകത്തേക്ക് ആ സ്റ്റോൺ കടന്നു പോയാൽ പിന്നെ പാൻക്രിയാസ് നീർക്കെട്ടിലായി, പിന്നെ മഞ്ഞപ്പിത്തമായി, പിന്നെ കോംപ്ലിക്കേഷനായി. അപ്പോൾ വേദന ഉണ്ടാകുമ്പോൾ അതിന് കളയണം. പിത്താശയം തന്നെ കളയുന്നതാണ് അതിൻ്റെ ചികിത്സ. അല്ലാതെ ഈ കല്ല് മാത്രം കളയാൻ പോകുന്നത് ശരിയല്ല. പിത്താശയം കളഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എൻ്റെ പിത്താശയം 16 വർഷം മുമ്പ് നീക്കം ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.